നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 40 ദിവസത്തെ ആക്രമണത്തിന് പിന്നാലെ US ഇറാനുമായുള്ള യുദ്ധത്തിൽ 2 ആഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് ഇറാനുമായുള്ള വെടിനിർത്തലിന് ട്രംപ് തയ്യാറായത്. വെടിനിർത്തൽ തങ്ങളുടെ വിജയമാണെന്ന് USഉം ഇറാനും അവകാശപ്പെട്ടു. എന്നാൽ പാകിസ്ഥാൻ മധ്യസ്ഥതയിൽ രൂപീകരിച്ച 2 ആഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തൽ കരാർ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിൽ ആയിരിക്കുകയാണ്. ലെബനനിൽ ഇസ്രയേൽ നടത്തുന്ന അതിശക്തമായ ബോംബാക്രമണത്തിൽ പ്രതിഷേധിച്ച് തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ വീണ്ടും അടച്ചു. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ 1/5 കടന്നുപോകുന്ന ഈ പാത ഉടനടി തുറക്കണമെന്ന് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഇറാനോട് കർശനമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സമാധാന ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ജലപാത തുറക്കേണ്ടത് അനിവാര്യമാണെന്നാണ് അമേരിക്കയുടെ നിലപാട്. ലെബനനിൽ ഇസ്രയേൽ നടത്തിയ അതിശക്തമായ മിസൈൽ ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് ഇറാൻ ഹോർമൂസ് അടച്ചത്. ബുധനാഴ്ച രാവിലെയാണ് അമേരിക്കയും ഇറാനും 2 ആഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. ഇതിന്റെ ഭാഗമായി ഹോർമൂസ് കടലിടുക്ക് തുറന്നുകൊടുക്കാൻ ഇറാൻ സമ്മതിച്ചിരുന്നു. വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെ വെറും 10 മിനിറ്റിനുള്ളിൽ ലെബനനിലെ 100-ലധികം കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തി. ആക്രമണങ്ങളിൽ 254 പേർ കൊല്ലപ്പെടുകയും 1000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. ഇറാനുമായുള്ള വെടിനിർത്തലിനെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും അത് ലെബനന് ബാധകമല്ല എന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ഹിസ്ബുള്ളക്കെതിരെയുള്ള സൈനിക നടപടികൾ തുടരുക തന്നെ ചെയ്യുമെന്നാണ് ഇസ്രയേലിന്റെ പക്ഷം. ഹിസ്ബുള്ളയുടെ 100-ലധികം കമാൻഡ് സെന്ററുകൾ വെറും 10 മിനിറ്റിനുള്ളിൽ തകർത്തു എന്നാണ് ഇസ്രയേൽ അവകാശപ്പെട്ടത്. ഇസ്രയേൽ ആക്രമണത്തിന് മറുപടിയായി ഇറാൻ കടലിടുക്ക് അടച്ചതോടെ ആഗോള എണ്ണ വിപണി വീണ്ടും ആശങ്കയിലായിരിക്കുകയാണ്. കൂടാതെ കപ്പലുകളിൽ നിന്ന് ടോൾ പിരിക്കാനുള്ള ഇറാന്റെ നീക്കത്തെ അമേരിക്ക ശക്തമായി എതിർക്കുന്നുമുണ്ട്. ഇസ്രയേൽ ആക്രമണം തുടരുന്നതിൽ പ്രതിഷേധിച്ച കരാറിൽ നിന്ന് പിന്മാറിയ ഇറാൻ ആഗോള എണ്ണ വിപണിയുടെ ഗതി നിയന്ത്രിക്കുന്ന ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടയ്ക്കുകയായിരുന്നു. നീക്കം മേഖലയിൽ വീണ്ടും യുദ്ധഭീതി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആഗോളതലത്തിൽ ഇന്ധനവില ഉയരാൻ കാരണമാവുകയും ചെയ്യുമെന്നുള്ളതാണ് അടുത്ത ഭയമായി നിലനിൽക്കുന്നത്. താൽക്കാലിക വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെട്ടുവെന്ന് ആരോപിച്ച് ഇറാൻ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടച്ചതോടെ ഇറാനുമേൽ സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാർ നിബന്ധനകൾ ഇറാൻ പൂർണ്ണമായും പാലിക്കുന്നതുവരെ അമേരിക്കൻ സൈന്യം പേർഷ്യൻ ഗൾഫ് മേഖലയിൽ തന്നെ തുടരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. യഥാർത്ഥ കരാർ പൂർണ്ണമായും നടപ്പിലാക്കുന്നതുവരെ ഇറാനിലും പരിസരത്തും എല്ലാ US കപ്പലുകളും വിമാനങ്ങളും സൈനികരും തുടരും. ഇതിനകം തകർക്കപ്പെട്ട ശത്രുവിനെ പൂർണ്ണമായും നശിപ്പിക്കാൻ ആവശ്യമായ ആയുധങ്ങളും മറ്റ് സജ്ജീകരണങ്ങളും സൈന്യത്തിന്റെ പക്കലുണ്ടാകും എന്ന് ട്രംപ് തന്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. എന്തെങ്കിലും കാരണവശാൽ കരാർ പാലിക്കപ്പെട്ടില്ലെങ്കിൽ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം ശക്തമായ ആക്രമണം ആരംഭിക്കും. ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്നും ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായി തുറന്നുകൊടുക്കുമെന്നും നേരത്തെ തന്നെ ധാരണ ആയതാണ്. നിലവിൽ നമ്മുടെ സൈന്യം അടുത്ത വിജയത്തിനായി തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. അമേരിക്ക തിരിച്ചെത്തിയിരിക്കുന്നു. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതാണ് ഇത്. വെടിനിർത്തൽ കരാറിൽ ലെബനൻ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ കടുത്ത തർക്കം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ലെബനൻ കരാറിന്റെ ഭാഗമാണെന്ന് ഇറാൻ വാദിക്കുമ്പോൾ ഇസ്രയേലും ട്രംപും ഇത് തള്ളിക്കളയുകയാണ്. കരാർ ലംഘിക്കപ്പെട്ട സാഹചര്യത്തിൽ ഇനി അമേരിക്കയുമായി ചർച്ചകളിൽ ഏർപ്പെടുന്നതിൽ അർത്ഥമില്ലെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ വ്യക്തമാക്കി. പശ്ചിമേഷ്യയിൽ സമാധാനം സ്ഥാപിക്കാനുള്ള ട്രംപിന്റെയും JD വാൻസിന്റെയും നീക്കങ്ങൾക്ക് ഇസ്രയേലിന്റെ കടുത്ത സൈനിക നിലപാടുകൾ വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ ഉയർത്തുന്നത്. വരും ദിവസങ്ങളിൽ മേഖലയിലെ സാഹചര്യം കൂടുതൽ സങ്കീർണമാകാനാണ് സാധ്യത. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഇറാനുമായി നടത്തിയ ചർച്ചകൾക്ക് പിന്നാലെയാണ് ബുധനാഴ്ച ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കുക എന്ന നിബന്ധനയിലാണ് കരാർ ഉണ്ടായത്. ആക്രമണങ്ങൾ നിർത്തിയാൽ തങ്ങളും പ്രത്യാക്രമണം അവസാനിപ്പിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിരുന്നു. ഇസ്രയേലും ഈ വെടിനിർത്തലിനോട് യോജിച്ചതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പക്ഷേ ഇപ്പോൾ ലെബനൻ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് ഇസ്രയേലിന്റെ നിലപാട്. കരാറിനെ തുടർന്ന് ആഗോള ഓഹരി വിപണികൾ ഉണരുകയും എണ്ണവില ബാരലിന് $100 താഴെ എത്തുകയും ചെയ്തിരുന്നു. എന്നാൽ കരാറിലെ 3 വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടതായി ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് ബുധനാഴ്ച രാത്രി ആരോപിച്ചു. യുറേനിയം സമ്പുഷ്ടമാക്കാനുള്ള ഇറാന്റെ അവകാശം നിഷേധിക്കപ്പെട്ടതും ലെബനനിൽ ഇസ്രയേൽ ആക്രമണം തുടരുന്നതും ഇറാന്റെ ആകാശപരിധിയിൽ ഡ്രോൺ പ്രവേശിച്ചതുമാണ് ലംഘനങ്ങളായി ഇറാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതേ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എണ്ണക്കപ്പലുകളുടെ യാത്ര ഇറാൻ വീണ്ടും തടഞ്ഞിരിക്കുകയാണ്. ഇറാൻ വെടിനിർത്തലിനെ പ്രതിസന്ധിയിലാക്കിയാണ് ഇന്നലെ ലെബനനിൽ ഇസ്രയേലിന്റെ കനത്ത ആക്രമണം തുടർന്നത്. വെടിനിർത്തൽ ഇറാനും പ്രഖ്യാപിച്ചുവെങ്കിലും
ഗൾഫ് രാജ്യങ്ങളിലും ഇന്നും ആക്രമണം തുടരുന്നു. വെടിനിർത്തലിന്റെ ഭാഗമായി തുറക്കാൻ സംബന്ധിച്ച ഹോർമുസ് കടലിടുക്കിലെ ആശയക്കുഴപ്പം പൂർണ്ണമായി തീർന്നിട്ടില്ല. സംഘർഷങ്ങൾക്ക് ശേഷം ഇന്നലെ ബഹ്റൈൻ വ്യോമപാത തുറന്നു. ചർച്ചകൾക്കായി അമേരിക്കൻ, ഇറാൻ നേതാക്കൾ ഇന്ന് പാകിസ്ഥാനിൽ എത്തിയേക്കും. വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടായതായി മധ്യസ്ഥ രാഷ്ട്രമായ പാകിസ്ഥാൻ തന്നെ സ്ഥിരീകരിച്ചു. വെടിനിർത്തൽ ധാരണയിൽ മേഖലയിലെ മറ്റ് ആക്രമണങ്ങളും നിർത്തുമെന്ന ധാരണയുണ്ടായിരുന്നു എന്നാണ് ഇറാൻ പറയുന്നത്. എന്നാൽ ലെബനനിൽ വെടിനിർത്തില്ലെന്നാണ് ഇസ്രയേൽ നിലപാട്. ഇതോടെയാണ് വെടിനിർത്തൽ പ്രതിസന്ധിയിലാകുന്നത്. ഹോർമുസിൽ കപ്പലുകൾ കടന്നുപോകുന്നതിൽ ഇന്നും പ്രതിസന്ധി നിലനിന്നു. ഖത്തറിലേക്ക് ഇന്ന് 7 മിസൈലുകളും ഡ്രോണുകളും എത്തി. സൗദിയിൽ 9 ഡ്രോണുകൾ എത്തി. കുവൈറ്റിലേക്ക് 42 ഡ്രോണുകളാണ് എത്തിയത്. 4 മിസൈലുകളും എത്തി. UAE-യിലേക്ക് ഇന്ന് 17 മിസൈലുകളും 35 ഡ്രോണുകളും എത്തി. ലെബനനിൽ ഇസ്രയേൽ ആക്രമണം തുടർന്നാണ്. അത് വെടിനിർത്തൽ കരാറിനെ പ്രതിസന്ധിയിലാക്കും. ഹോർമുസ് തുറക്കുന്നത് നീളും. ഇറാനിൽ സായുധ സേനയുടെ സഹകരണത്തോടെ 2 ആഴ്ച ഹോർമുസിലൂടെ സുരക്ഷിതമായ ഗതാഗതം സാധ്യമാക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെ ഹോർമുസ് തുറക്കാൻ ഇറാൻ സമ്മതിച്ചുവെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെയും അറിയിച്ചു. വെള്ളിയാഴ്ച പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ സമാധാന ചർച്ചകൾ നടക്കുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിനിടെയാണ് ലെബനനിൽ ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചത്. അതേസമയം പാകിസ്ഥാനിൽ നടക്കുന്ന സമാധാന ചർച്ചകൾക്ക് US വൈസ് പ്രസിഡന്റ് JD വാൻസ് നേതൃത്വം നൽകുമെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചു. സ്റ്റീവ് വിറ്റ്കോഫ്, ജാരഡ് കുഷ്ണർ എന്നിവരും സംഘത്തിലുണ്ടാകും. ലെബനൻ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമല്ലെന്ന് ട്രംപ് നിലപാട് അറിയിച്ചു. ഇസ്രയേൽ ലെബനനിൽ നടത്തുന്ന സൈനിക നീക്കം ഇറാനുമായുള്ള കരാറിനെ ബാധിക്കില്ലെന്ന് ട്രംപ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഹിസ്ബുല്ലയെയും ഉടൻ തന്നെ കൈകാര്യം ചെയ്യുമെന്നും ട്രംപ് പറഞ്ഞു. ഹോർമുസ് അടച്ച ഇറാന്റെ നടപടി കേരളത്തിനും ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മധ്യേഷ്യയിലെ യുദ്ധവും ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തത് കേരളത്തിൽ നിന്നുള്ള കയറ്റുമതിയെ ഗുരുതരമായി ബാധിക്കും. കേരളത്തിൽ നിന്ന് കടൽ മാർഗമുള്ള കയറ്റുമതിയുടെ ഏകദേശം 30% ഗൾഫ് മേഖലയിലേക്കാണ്. അരിയും തേങ്ങയും പലവ്യഞ്ജനങ്ങളും പച്ചക്കറിയും പൊറോട്ട പോലുള്ള ഭക്ഷ്യവിഭവങ്ങളും മുതൽ സമുദ്രോൽപ്പന്നങ്ങളും സുഗന്ധവ്യഞ്ജനങ്ങളും വരെ ഒട്ടേറെ ഉൽപ്പന്നങ്ങളാണ് കേരളത്തിൽ നിന്ന് ഗൾഫ് മേഖലയിലേക്ക് കപ്പൽ കയറുന്നത്. യുദ്ധം മേഖലയെ ഒന്നാകെ ബാധിച്ചതോടെ അവിടേക്ക് കപ്പലുകൾ സർവീസ് നടത്തുന്നില്ല. ചരക്കയക്കാൻ കഴിയാതെ സമ്മർദ്ദത്തിലാണ് കയറ്റുമതി വ്യവസായികൾ. ഉയർന്ന ഷിപ്പിംഗ് നിരക്കുകളാണ് പെട്ടെന്നുണ്ടാകുന്ന അധിക ചെലവ്. സുരക്ഷാ ഭീഷണി കാരണം കപ്പലുകളുടെ ഇൻഷുറൻസ് നിരക്കുകൾ വർദ്ധിക്കും. സ്വാഭാവികമായും അത് ചരക്കു നീക്കത്തിന്റെ ചെലവും കൂട്ടും. ചരക്കു കപ്പലുകൾ വഴിതിരിച്ചു വിടേണ്ടി വരുന്നത് ചരക്ക് ലഭ്യത വൈകാനും ഇടയാക്കും. ദുബായിലെ ഷിപ്പിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളിൽ 100 കണക്കിന് മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്. സ്വന്തമായി ഷിപ്പിംഗ് ലൈനുകൾ ഇല്ലെങ്കിലും കണ്ടെയ്നർ സർവീസ് നടത്തുന്ന നോൺ വെസൽ ഓപ്പറേറ്റിംഗ് കോമൺ കാരിയേഴ്സ് കമ്പനികളും ദുബായിൽ ഏറെയുണ്ട്. ഇവയിൽ 90% മലയാളി സംരംഭങ്ങളാണ്. അവയുടെ വരുമാനത്തെ ഇപ്പോഴത്തെ സ്തംഭനാവസ്ഥ തീർച്ചയായും ബാധിക്കും. തൽക്കാലം പ്രതിസന്ധി മറികടക്കാൻ ചെലവ് കുറയ്ക്കുക എന്ന വഴിയാണ് ഷിപ്പിംഗ് അനുബന്ധ കമ്പനികൾ സ്വീകരിക്കുന്നത്. മിഡിൽ ഈസ്റ്റ് ഷിപ്പിംഗ് കമ്പനികൾ പുതിയ നിയമനങ്ങളെല്ലാം മരവിപ്പിച്ചു കഴിഞ്ഞു. കേരളത്തിൽ നിന്നുള്ള കയറ്റുമതിയുടെ പ്രധാന സമുദ്ര കവാടമായ കൊച്ചി തുറമുഖത്തെയും ഗൾഫ് യുദ്ധം ദോഷകരമായി ബാധിക്കും. ഒട്ടേറെ മിഡിൽ ഈസ്റ്റ് കമ്പനികളുടെ ബാക്ക് ഓഫീസ് പ്രവർത്തിക്കുന്നത് കൊച്ചിയിലാണ്. കയറ്റിറക്കുമതി സ്തംഭിപ്പിക്കുന്നത് ഷിപ്പിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട സംരംഭങ്ങളെയെല്ലാം പ്രയാസത്തിലാക്കും. മലയാളി വാർത്ത ഇൻസൈഡ്.